മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ സഞ്ചരിച്ച വിമാനമാണ് തകർന്നു വീണത്. വിമാനം പൂർണ്ണമായും കത്തിയമർന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അജിത് പവാർ അടക്കം 6 പേരെ വിമാനത്തിലുണ്ടായിരുന്നു എന്നാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെ എന്നതിൽ മാത്രമാണ് ഇപ്പോൾ നമുക്കിനി അറിയാനുള്ളത്. വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് തകർന്നു വീണത്. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വിമാനം കത്തിയമരുന്നതും ഒരു വയൽ പ്രദേശത്ത് വിമാനം തകർന്നു വീഴുകയും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. പറയൂ ഐസൺ. അതീവ ഗുരുതരമാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ വലിയ തോതിലുള്ള ഒരു അഗ്നിബാധ അവിടെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അപകടത്തിൽ വലിയ അഗ്നിബാധ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ ഈ പോലീസും അനുബന്ധ സംവിധാനങ്ങളെല്ലാം തന്നെ പ്രദേശത്ത് എത്തിയിട്ടുമുണ്ട്. ഈ വിമാനത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നതിൽ നിന്നും വിമാനത്തിൻ്റെ ആ ടെയിൽ പാർട്ട് മാത്രമാണ് കത്തിയെരിയാത്ത ഒരവസ്ഥയിലുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ചില മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റുന്ന രീതിയിലുള്ള ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. എന്നാൽ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ പല വിമാനത്തിൻ്റെ ഘടകഭാഗങ്ങൾ ചിതറിത്തെറിച്ചൊക്കെ കിടക്കുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അപകടത്തിൻ്റെ തീവ്രത അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. വിമാനം ഈ പരുവത്തിൽ ഈ തരത്തിൽ കത്തയെരിഞ്ഞ് അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ടെയിൽ ഭാഗം മാത്രം ബാക്കിയുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഗൗരവമേറിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ അജിത് പവാറിൻ്റെ ആരോഗ്യനിലയ്ക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. ബാരാമതിയിൽ വിമാനം തകർന്നു. 8:45 ഡെപ്യൂട്ടി മുഖ്യമന്ത്രി അജിത് പവാർ സഞ്ചരിച്ചിരുന്ന വിമാനം തകർന്നു വീണു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൽ 6 പേരുണ്ടായിരുന്നു വിമാനത്തിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മറ്റ് വിശദാംശങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച വ്യോമയാന മന്ത്രാലയത്തിൻ്റെ സ്ഥിരീകരണമൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യോമയാന മന്ത്രാലയം ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച എന്തെങ്കിലും വിവരങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമൊന്നും തന്നെ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നോ DGCAയുടെ ഭാഗത്തുനിന്നോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അവർ കുറേയൊക്കെ സ്ഥിരീകരണങ്ങൾ ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ വരുന്നത് വിമാനം തകർന്നു വീണു, ഗുരുതരമായൊരു സാഹചര്യമുണ്ട്, വിമാനം കത്തിയമർന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും ദൃശ്യങ്ങളുമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഡെപ്യൂട്ടി മുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെടെ 6 പേർ വിമാനത്തിലുണ്ടായിരുന്നുവെന്നും ആ വിമാനത്തിലുണ്ടായിരുന്ന 6 പേരിൽ എങ്ങനെയാണ് അവരെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണോ ചെയ്തിരിക്കുന്നതെന്ന് സംബന്ധിച്ചൊക്കെ ഇനിയും വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പൂർണ്ണമായും കത്തിയമർന്ന രീതിയിൽ ഇപ്പോൾ വിമാനത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു അപകടം, ഇത്രയും തീവ്രമായൊരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ അപകടത്തിൻ്റെ വ്യാപ്തി, അല്ലെങ്കിൽ അപകടത്തിൽ പെട്ടവരുടെ ആരോഗ്യം സംബന്ധിച്ചോ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ സംബന്ധിച്ചോ എല്ലാം തന്നെ ഗൗരവമായ ചില ആശങ്കകൾ ഉയർത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. വിമാനത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ അഗ്നി അണയ്ക്കുന്നതിനുള്ള, അതായത് അപകടത്തെ തുടർന്ന് തീ പിടിച്ച ഒരു സാഹചര്യത്തിൽ വിമാനത്തിലുള്ള വിമാനത്തിൽ പടർന്നു പിടിച്ച തീ കെടുത്തുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നു. അത്തരത്തിലുള്ള സുരക്ഷയുടെ ഭാഗമായുള്ള മുൻകരുതലുകൾ, നീക്കങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഏതാണ്ട് പൂർണ്ണമായും വലിയ തീപിടുത്തം, അഗ്നിബാധ പൂർണ്ണമായും നിയന്ത്രിക്കാനാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എങ്കിൽ കൂടി ആ വിമാനത്തിലുള്ളവരുടെ ജീവനെ സംബന്ധിച്ചോ അവരുടെ ആരോഗ്യനില സംബന്ധിച്ചോ ആശങ്ക നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. റൺവേയിലാണ് വിമാനം തകർന്നു വീണത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. റൺവേക്ക് അനുബന്ധമായുള്ള മേഖലയിലാണ് വിമാനം തകർന്നു വീണിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ വിമാനം ഇറങ്ങാനുള്ള ശ്രമത്തിനിടെയാണ് ഈ അപകടം, അതായത് ഏതാണ്ട് താഴ്ന്നു വന്നൊരു സാഹചര്യത്തിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതൊരു വിമാനം തീപിടിച്ച് വീണ ഒരു സൂചനയല്ല, വീണതിന് ശേഷം തീപിടിച്ച ഒരു സൂചനയാണ് പ്രാഥമികമായി ലഭ്യമാകുന്നത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അമൽ. ഇന്ന് രാവിലെ 8:45 കൂടി മുംബൈയിൽ നിന്നും ബാരാമതിയിലേക്ക് പറന്ന ചാർട്ടേഡ് വിമാനമാണ് തകർന്നു വീണത്. ഡെപ്യൂട്ടി CM അജിത് പവാർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്ന വാർത്ത. അപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത വിമാനം തകർന്നു വീണുണ്ടായത് സാങ്കേതിക തകരാർ കാരണമെന്ന ഒരു സൂചന പുറത്തു വരുന്നു. സാങ്കേതിക തകരാറിൽ വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. പതിച്ച ശേഷം തീയും പുകയും ഉയർന്നു. അവിടെ ആളുകൾ ഓടിക്കൂടിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന അജിത് പവാർ അടക്കമുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നു. ദേശീയ മാധ്യമങ്ങളടക്കം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഐസൺ.
തീർച്ചയായും വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറ് തന്നെയാണ് എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്കറിയാവുന്നതാണ് പല തരത്തിലുള്ള സാങ്കേതിക തകരാറുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇറങ്ങുന്ന നേരത്ത് ഈ ഹൈഡ്രോളിക് സംവിധാനങ്ങളുടെ തകരാറുകൾ ഉണ്ടാവുക, അതുപോലെ തന്നെ അതിൻ്റെ ലാൻഡിംഗ് ഗിയറിൽ തകരാറുകൾ ഉണ്ടാവുക, അത്തരത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സ്വാഭാവികമായും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനമോ കാറ്റോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ കാറ്റിൻ്റെയൊക്കെ ദിശ അനുസരിച്ച് വീണ്ടും പറന്നുയർന്ന് സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ നടത്താനൊക്കെ ഉള്ള നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടത്തുന്ന ഒരു പതിവ് സ്വാഭാവികമായും ഇത്തരത്തിൽ വിമാനങ്ങൾ ഇറങ്ങുന്ന സമയത്തും, അതായത് റൺവേയിലാണ് തകർന്നു വീണത് എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ഈ വിമാനത്തിൻ്റെ ഇപ്പോൾ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് അതീവ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. പൂർണ്ണമായും കത്തി തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്, കത്തി അമർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സ്വാഭാവികമായും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യത തുലവും വിരളമാണ് എന്ന് തന്നെയാണ്. പക്ഷേ അജിത് പവാറിനെ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന ചില റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. നിലവിൽ വിമാനം ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ തോതിൽ തീപിടിക്കാനുണ്ടായ സാഹചര്യത്തിലേക്ക് നീങ്ങിയ സാങ്കേതിക തകരാറ്, ഒരുപക്ഷേ അത് ഹൈഡ്രോളിക് ലാൻഡിംഗ് ഗിയർ സംവിധാനങ്ങളിലെ തകരാറുകളാവാം, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളുടെ തകരാറുകളായിരിക്കാം, ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ തകരാറായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ വിമാനത്തിന് കൃത്യമായ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കാം ഉണ്ടായിരിക്കുക എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സ്ഥിരീകരണങ്ങളൊന്നും തന്നെ അത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ ലഭ്യമാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അപകടം നടന്ന സമയവും അപകടം നടന്ന സമയത്ത് ഔദ്യോഗികമായി പുറത്തു വരുന്ന വിവരങ്ങൾ അപകടം നടന്നത് 8:45 കൂടിയാണെന്നും 8:45 കൂടി അപകടം നടന്ന 8:45 കൂടി അപകടം നടന്നതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം പോലും ഇപ്പോൾ പുറത്തുവിടുന്ന വിവരങ്ങൾ. ബാരാമതിയിൽ മഹാരാഷ്ട്രയിൽ വിമാനത്താവളത്തിൽ റൺവേയിൽ തന്നെ തകർന്നു വീണ് പുറത്തേക്ക് തെന്നിമാറുകയായിരുന്നു. ഒരു പക്ഷേ വിമാനം തെന്നിമാറി തകർന്നതാകാനുള്ള സാധ്യതയും നിലവിലെ സൂചനകൾ അനുസരിച്ച് തള്ളിക്കളയാനാവില്ല. അമൽ. യെസ്, അത് തന്നെയാണ് ഐസൺ. ഇപ്പോൾ വിമാനം തകർന്ന് ഇവിടെ അപകടമുണ്ടായത് അജിത് പവാറിൻ്റെ ജന്മനാട്ടിൽ തന്നെ ആണ്, ബാരാമതിയിലാണ്. ബാരാമതി നമുക്കറിയാം ഇന്ന് 4 പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാനായി പോകവെയാണ് അപകടമുണ്ടായത് എന്നാണ് ലഭിക്കുന്ന വിവരം. പറന്നുയർന്ന ശേഷം ബാരാമതിയിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനത്തിൽ സാങ്കേതിക തകരാർ ഉണ്ടാവുകയും അതിനെ തുടർന്ന് താഴേക്ക് തകർന്നു വീഴുകയും പിന്നാലെ തീപിടിക്കുകയുമായിരുന്നു. തീപിടുത്തത്തിൽ വിമാനം പൂർണ്ണമായും കത്തിയമരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനിടയിൽ തന്നെ നാട്ടുകാർ ഓടിക്കൂടി അജിത് പവാർ അടക്കമുള്ള 6 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നൊരു വാർത്ത പുറത്തു വരുന്നു. അജിത് പവാറിൻ്റെ അടക്കം 6 പേരുടെയും നില ഗുരുതരമാണെന്ന ഒരു വാർത്തയും അതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. പക്ഷേ സാങ്കേതിക തകരാറാണെന്നൊരു പ്രാഥമിക നിഗമനം ഉണ്ടായിട്ടുണ്ട്. വിമാനത്തിൻ്റെ സാങ്കേതിക തകരാർ കാരണം വിമാനം തകർന്നു വീഴുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ലഭിക്കുന്ന വാർത്ത. എന്തുതന്നെയായാലും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിൻ്റെ ജന്മനാട്ടിൽ തന്നെ അദ്ദേഹം സഞ്ചരിച്ച വിമാനം തകർന്നു വീണ് അപകടമുണ്ടായി എന്നൊരു വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഏത് തരത്തിലുള്ളൊരു സാങ്കേതിക തകരാറായിരിക്കും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാവുക? ഐസൺ, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത അജിത് പവാർ അന്തരിച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നു. ഐസൺ, പറയൂ. തീർച്ചയായും അമൽ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട് എങ്കിൽ കൂടി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അജിത് പവാർ മരിച്ചു എന്ന് തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്. ഇനി ബാക്കിയുള്ള 6 പേരുടെയും ആരോഗ്യനില സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഇനിയും ലഭ്യമാകേണ്ടതുള്ളത്. നിലവിൽ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ സൂചന അനുസരിച്ച് അജിത് പവാർ മരണപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതരമായ പരിക്കേൽക്കാനും പൊള്ളലേൽക്കാനുമുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവാത്ത ഒരു പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിരുന്നത്. അജിത് പവാറിൻ്റെ മരണം ഏതാണ്ടൊക്കെ സ്ഥിരീകരിച്ചിരിക്കുന്ന ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് ഇനി വരേണ്ടതുള്ളത് എന്നത് മാത്രമല്ല നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ചും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുടെ പദവിയിലിരിക്കുന്ന ഉന്നതനായ വ്യക്തിയായതുകൊണ്ട് തന്നെ, VIP ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ചില വിശദീകരണങ്ങളും ചില വിശദാംശങ്ങളും ലഭ്യമാകേണ്ടതുണ്ട്. ഈ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വിമാനം തകർന്ന് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നു. ബാരാമതിയിൽ ഈ എമർജൻസി ലാൻഡിംഗ് ആണ്. അത് അത്തരത്തിലൊരു വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. അതായത് എമർജൻസി ലാൻഡിങ്ങിന് ശ്രമിക്കുന്നു എന്നാണ്
നേരത്തെ നമുക്ക് സൂചിപ്പിച്ചതുപോലെ വിമാനത്താവളത്തിലേക്ക് എത്തുന്ന വേളയിലല്ല, വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് പെട്ടെന്ന് സാങ്കേതിക തകരാർ കണ്ടെത്തി എമർജൻസി ലാൻഡിങ്ങിന് ശ്രമിക്കുകയും തുടർന്ന് തകർന്നു വീഴുകയുമാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമൽ. യെസ്, വളരെ ദാരുണമായൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. വിമാനാപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അന്തരിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ 8:45 കൂടി മുംബൈയിൽ നിന്നും ബാരാമതിയിലേക്ക് പറന്നുയർന്ന വിമാനം തകർന്നു വീണ് അപകടമുണ്ടായി എന്നൊരു വാർത്തയാണ്. വിമാനത്തിൽ അജിത് പവാർ അടക്കം 6 പേരുണ്ടായിരുന്നു. 6 പേരും മരിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ തന്നെ അജിത് പവാർ ജന്മനാടായ ബാരാമതിയിൽ തന്നെ വിമാനം തകർന്നു വീണ് അപകടമുണ്ടാവുകയായിരുന്നു. വിമാനത്തിൽ ബാരാമതിയിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ സാങ്കേതിക തകരാറുണ്ടാവുകയും പിന്നാലെ തകർന്നു വീഴുകയും തീ പടരുകയുമായിരുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തെയും കൂടെ ഉണ്ടായിരുന്നവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. വിമാനാപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്. വിമാനത്തിലുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി അജിത് പവാർ ആയിരുന്നു. അജിത് പവാറിനോടൊപ്പം 4 പേർ കൂടി മരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 6 പേർ വിമാനത്തിലുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല സാങ്കേതികമായ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഈ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ തകർന്നു വീഴുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളിൽ നിന്നും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം പവാറിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഈ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടി മറ്റ് വൃത്തങ്ങളിൽ നിന്നെല്ലാം തന്നെ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 4 പേർ അദ്ദേഹത്തോടൊപ്പം, അതായത് 5 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അജിത് പവാർ ഉൾപ്പെടെ 5 പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നിലവിലെ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിൽ മറ്റു വിവരങ്ങൾ, അതായത് ഈ അപകടം സംബന്ധിച്ച വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ അപകടം സംബന്ധിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. 5 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. അതിലൊരാൾ അജിത് പവാർ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു വാർത്തയും പുറത്തു വരുന്നു. അമൽ. യെസ്, മഹാരാഷ്ട്രയിൽ നിന്നും 260 കിലോമീറ്റർ അകലെയുള്ള ബാരാമതിയിലെ കർഷകരുടെ പരിപാടിയിൽ പങ്കെടുക്കാനായാണ് അജിത് പവാറും മറ്റ് 5 പേരും യാത്ര ചെയ്തത്. രാവിലെയാണ് മുംബൈയിൽ നിന്നും സ്വകാര്യ വിമാനത്തിൽ യാത്ര തിരിച്ചത്. വിമാനം ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു. വിമാനത്തിന് സാങ്കേതിക തകരാർ ഉണ്ടായെന്നാണ് പ്രാഥമികമായി നിഗമനം. അജിത് പവാർ ഉൾപ്പെടെ 6 പേർ വിമാനത്തിലുണ്ടായിരുന്നതായാണ് വിവരം. ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. വിമാനം പൂർണ്ണമായും കത്തിനശിച്ചു. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരു വയൽ പ്രദേശത്ത് വിമാനം തകർന്നു വീഴുകയും പിന്നാലെ തീ പിടിക്കുകയുമായിരുന്നു. അജിത് പവാറിന്റെ കുടുംബമടക്കം അങ്ങോട്ട് ബാരാമതിയിലേക്ക് യാത്ര തിരിച്ചു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. ഇതിനായാലും വളരെ ദാരുണമായൊരു വാർത്തയാണ്. ഒരു കർഷകരുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകവെയാണ് അജിത് പവാർ സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ബാരാമതിയിൽ തന്നെ തകർന്നു വീഴുകയും ചെയ്തത്. പിന്നാലെ ദാരുണമായ മരണം സംഭവിക്കുകയുമായിരുന്നു. 4 പേർ മരിച്ചു എന്നൊരു വാർത്ത നമുക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത ഒരു വാർത്ത 5 പേരും അദ്ദേഹം അടക്കം 5 പേരും മരിച്ചു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്.